മത്തായി 27 അധ്യായം 1 മുതൽ 66 വരെ വാക്യങ്ങൾ. യേശു പിലാത്തോസിന്റെ മുമ്പിൽ. പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി. അവർ അവനെ ബന്ധിച്ചുകൊണ്ടുപോയി ദേശാധിപതിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. യുദാസിന്റെ അന്ത്യം. അവൻ ഒറ്റിക്കൊടുത്ത യുദാസ് അവശേഷിച്ച് വിളിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാൻ ചത്തു. പ്രധാന പുരോഹിതന്മാർ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകാൻ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പെന്ന് അറിയപ്പെടുന്നു. പ്രവാചകനായ ജനങ്ങൾ വഴി അറിയിച്ചപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി. അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവൻ കുശവന്റെ പറമ്പിനായി കൊടുത്തു. വിചാരണയിലെ യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്ന് ദേശാധിപതി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണ്? യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ നേതൃത്വം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പിലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ആ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. ജനക്കൂട്ട് ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കാൻ പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്ന പേരുള്ള പ്രസിദ്ധനായ ഒരു തടവുകൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിളിച്ചു കൂടിയപ്പോൾ പിലാത്തോസ് ചോദിച്ചു, ഞാൻ ആരോഗ്യ തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ? അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിയുന്നു. മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവരുടെ അടുത്തേക്ക് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ തരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവർ ധർമ്മമാണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ബറാബാസിനെ. പിലാത്തോസ് അവരോട് ചോദിച്ചപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും അവനെ ക്രൂശിക്കുക. അവൻ അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മയാണ് ചെയ്തത്? അപ്പോൾ അവർ കൂടുതൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. വെള്ളം വധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമത്തിക്കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യേശുവിനെ പരിഹസിക്കുന്നു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിർത്തി. അവർ അവന്റെ വസ്ത്രം കുരുങ്ങി മാറ്റി. ഒരു ചുവന്ന പുറക്കുപ്പായം അണിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു. വലത് കൈയിൽ ഒരു ഞാങ്കണയും കൊടുത്തു. അവന്റെ മുന്നിൽ മുട്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു, യഹൂദികളുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്കണം എടുത്ത് അവന്റെ ശിരസിൽ അടയ്ക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറക്കുപ്പായം അടിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. അവർ പോകുന്ന വഴി ഷിമയോൻ എന്ന ഒരു കിരണക്കാരനെ കണ്ടുമുട്ടി. യേശുവിനെ കുരിശിൽ നോക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോദായിലെത്തിയപ്പോൾ അവർ അവന് കലർത്തിയ മീൻ കുടിക്കാൻ കൊടുത്തു. അവൻ അത് രുചിച്ച് നോക്കി കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാവിച്ചെടുത്തു. എന്നിട്ട് അവർ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവ് യേശുവിന് ആരോപണം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി. അവനോടുകൂടി 2 കവചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഇവനെ വലത്തും അവനെ ഇടത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദൈവത്തെ നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കും. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടും അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. നിങ്ങൾ ഇവരെ വിശ്വസിക്കാം. ഇവൻ ദേവാലയത്തിൽ ആശ്രയിച്ചവരാണെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണെന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോട് ക്രൂശിക്കപ്പെട്ട കവചക്കാരൻ ഇപ്രകാരം തന്നെ അവൻ പരിഹസിച്ചു. യേശുവിന്റെ മരണം 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലേക്ക് വന്നവരെ ധ്യാനിച്ചു. ശേഷം 9 മണിക്കൂറായപ്പോൾ യേശു അതായത് എന്റെ ദൈവം വിളിച്ചു. അടുത്ത കേട്ട് പറഞ്ഞ വിളിക്കുന്നു. ഉടനെ അവർ ഒരാളോട് ചെന്ന് നീ പനിയെടുത്ത് പിന്നാലെ നോക്കി ഒരു ഞങ്ങളുടെ വീഴ്ചയ്ക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് വേഗം വന്ന് അവനെ രക്ഷിക്കുമെന്ന് നോക്കാണ്. യേശു വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊണ്ട് ജീവൻ കഴിഞ്ഞു. അപ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല മുതൽ മുതൽ താഴെ നന്നായി കയറി കൂടി കുലങ്ങി പാറ പിളർന്നു. ചുവകുടിയാൻ തോറ്റപ്പെട്ടു. നിങ്ങൾക്ക് പ്രാപിച്ചവരുടെ വിശുദ്ധന്മാരുടെ ശരീരം വർദ്ധിപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുദ്ധാരണത്തിന് ശേഷം അവർ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. വിശുദ്ധ മരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും കുടുംബവും മറ്റ് സംഭവങ്ങൾ കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായ ദൈവപുത്രനായിരുന്നു യേശുവിനെ ലഭിച്ചവരും അവനെ ശുശ്രൂഷ ചെയ്തവരുമായ അനേക സ്ത്രീകൾ അവരെ ഈ കാര്യങ്ങൾ നോക്കി നിന്നിരുന്നു. ആ കൂട്ടത്തിൽ മഗ്ദലീന മറിയോ, യാക്കോബ്, ജോസഫിന്റെ അമ്മയായ മറിയോ, സെബെദെയിയുടെ പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. യേശുവിനെ സംസ്കരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ അരിമത്തേക്കാൾ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവൻ യേശുവിനെ ശിഷ്യപ്പെട്ടിരുന്നു. അവൻ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് അവൻ വിട്ടുകൊടുക്കാൻ പിലാത്തോസ് കൽപ്പിച്ചു. ജോസഫ് ശരീരം എടുത്ത് ശുദ്ധിയായി തുണി വെട്ടിയുണ്ടാക്കിയതിന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയിൽ വെച്ചാൽ പോയി. മഗ്ദലീന മറിയോ മറ്റേ മറിയോ ശിവഗുരിയുടെ പിതാവിഭവമായി അവിടെ ഇരുന്നിരുന്നു. കല്ലറയ്ക്ക് കാവൽ കിട്ടിയ ദിവസം, അതായത് ഒരു ദിനത്തിന്റെ പിറ്റേന്ന് പ്രധാന പുരോഹിതന്മാരും പരിസേരും പിലാത്തോസിന്റെ അടുക്കൽ വിളിച്ചു കൂടി. അവർ യജമാനന് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്നാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവൽപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്നവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് പ്രദാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തവരും അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തിനേക്കാൾ ഗുരുതരമായി തീരും. പിലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളു. അവർ പോയി കല്ലിന് മുന്നിൽ വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക്